ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. പായസം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടറും നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ്. സേമിയ ഈ ബട്ടറും നെയ്യും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ സേമിയ വേവിച്ചെടുക്കാനായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ സേമിയ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം. സേമിയ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകുന്നതാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അല്ല വെറൈറ്റി രീതിയിൽ തയ്യാറാക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. കുറച്ച് കസ്കസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കുതിർത്ത കസ്കസ്. എന്നിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു വെറൈറ്റി പായസം നിങ്ങൾ എന്തായാലും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നമ്മളൊരു പാത്രത്തിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിച്ച് കൊടുത്തിട്ട് അത് പാലൊന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുക്കാം, അതും കൂടെ കണ്ടു നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള കരിക്കാണ്. നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം, അതല്ലാതെ വേവിച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ ടേസ്റ്റ് വേണമെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക, തന്നെ നല്ല ടേസ്റ്റാണ്. പായസം ഒന്ന് കുറുകി കിട്ടാനായിട്ട് നമ്മൾ 2-3 ടീസ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്ത് പായസത്തിൻ്റെ കുറുകലുണ്ടല്ലോ ആ പാകത്തിൽ കുറുകിയിടുമ്പോൾ നമ്മൾ നെയ്യിൽ വറുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ സൂപ്പർ ടേസ്റ്റിയുള്ള കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു പായസം തയ്യാറാക്കാനായിട്ട് നമ്മൾ കുക്കറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പാലൊന്ന് ചൂടാക്കിയെടുക്കാം. ആ സമയത്ത് നമ്മളിതിലേക്കുള്ള ക്യാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കരിയിച്ചെടുക്കാം. ഓവറായിട്ട് കരിഞ്ഞു പോകരുത്, അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. എന്നിട്ട് നമുക്കത് ചൂടായ പാലിലേക്ക് ആക്കി കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പായസത്തിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാല് അടച്ചു വെച്ചിട്ട് കുക്കർ അടച്ചു വെച്ച് വിസിലിട്ടിട്ട് വിസിൽ വരാതെ നമ്മൾ ഈ പാല് ഒരു അരമണിക്കൂർ മുതൽ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അട വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ അട വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞതിൽ അട ഊറ്റിയെടുത്തിട്ട് നമുക്ക് നെയ്ക്കകത്തൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ഒരു അരമണിക്കൂറോളം കൊണ്ട് നമ്മൾ ഈ പാല് നന്നായിട്ട് കുറുകി ഒരു പിങ്ക് കളറായി വന്നിട്ടുണ്ടാകും. ശ്രദ്ധിക്കേണ്ടത് വിസിൽ വരാൻ പാടില്ല കേട്ടോ. വിസിലിടണം, എന്നാൽ വിസിൽ വരാൻ പാടില്ല. ഇനി നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പാല് കുറച്ചും കൂടെ ഒന്ന് കുറുകി നല്ല പിങ്ക് കളറായി നന്നായിട്ട് കുറുകി അടയും പാലും ഒക്കെ ചേർന്ന് നന്നായിട്ട് മിക്സായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സൂപ്പർ ടേസ്റ്റി പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ ചക്കപ്പായസമാണ്. അതിന് വേണ്ടിയിട്ട് ചക്കേൻ്റെ സീസൺ ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഇത് ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. കുറച്ച് ചക്ക അരച്ചും വെക്കാം, കുറച്ച് ചക്ക നമ്മളിങ്ങനെ തോലയൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കണം. ഇനി ആവശ്യത്തിനുള്ള ശർക്കര നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ആദ്യം ചക്ക നമ്മൾ വരട്ടിയെടുക്കണം. ചക്ക ഒന്ന് വേവിച്ചെടുക്കും, ഒരുപാട് വരട്ടിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുകി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പശുവും പാലും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ തേങ്ങാപ്പാൽ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് പശുവും പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാലിൻ്റെ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചുക്കുപൊടിയും ആവശ്യത്തിന് ഉപ്പും ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് ഈ പായസത്തിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് സൂപ്പർ ടേസ്റ്റിയുള്ള ചക്കപ്പായസമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുത്ത് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിൾ അരച്ചതാണ് കേട്ടോ. ആപ്പിൾ അരച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ പായസം ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു പോലെ തോന്നും. പാൽ അതങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി.
പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്, മധുരത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർക്കണം കേട്ടോ, തേങ്ങാപ്പാലിൻ്റെ. എന്നിട്ട് നമ്മൾ അത് വാങ്ങി വെക്കണം, ഒരുപാട് തിളപ്പിക്കേണ്ട ഒന്നാം പാൽ ചേർത്താൽ. അത് കഴിഞ്ഞിട്ട് വാങ്ങിയതിന് ശേഷം നമ്മൾ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ കഷ്ണങ്ങളൊന്നും റോസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പായസം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ക്യാരമൽ സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര എടുത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പഞ്ചസാരയുടെ സിറപ്പ് തയ്യാറാക്കണം, കാരമൽ സിറപ്പ്. അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സേമിയ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കോമ്പിനേഷനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സേമിയ വേവിച്ചെടുത്ത് നന്നായിട്ട് അതിലേക്ക് കുറുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ വറുത്തും കൂടെ ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഇതുപോലുള്ള ഈ പായസ റെസിപ്പി ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.